മക്കളെ, അപ്പൊ നമ്മുടെ എക്സാം ഇതാ നമ്മുടെ മുന്നിൽ വളരെ അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ, മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ്, അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന 10 മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ വേഗം പോവാം. ഇതാ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങളുടെ കയ്യില്. 5നും അതായത് ഓരോ ക്വസ്റ്റ്യനും 2 വീതം മാർക്കുകളാണ്. സോ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എ ലീസ്റ്റ് കൗണ്ട്? എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാല്? മീറ്റർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ് എന്നാണ് നമ്മളുടെ ചോദ്യം. നമുക്കറിയാം, ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയാ, അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് അല്ലെ. നെക്സ്റ്റ് ചോദ്യമാണ്, മീറ്റർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എത്ര? അതായത് മീറ്റർ സ്കെയിൽ, നമ്മുടെ കയ്യിലുള്ള സ്കെയിലില്ലേ, ആ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അളന്നെടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവാ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അത് എത്രയാണ്? 1 മില്ലിമീറ്റർ ആണ് അല്ലെ, നമുക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ്. ചില കുട്ടികൾ അത് 1 സെന്റിമീറ്റർ എന്നൊക്കെ എഴുതി കൊടുക്കും. പക്ഷെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക, ഇവിടെ 1 സെന്റിമീറ്റർ എന്ന് പറയാം, ഇത്രയും നീളമല്ലേ. നമുക്ക് അളന്നെടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞൊരു വരയല്ലേ, ആ വര എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ അല്ലേ. സോ ആ ആൻസർ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് നോൺ ആസ് ദി ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു സൺ? അല്ലെ, സൂര്യനിൽ അല്ലെ, ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? നമുക്കറിയാം, അതാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് നമ്മളുടെ ഭൂമി, ഇതാണ് നമ്മളുടെ സൂപ്പർ സൂര്യൻ, ഇവർ തമ്മിലുള്ള ദൂരമാണ് ചോദിച്ചത്. ദാറ്റ് ഈസ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അത് മാറിപ്പോവാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ചോദ്യമാണ്, കിലോഗ്രാമും ടണ്ണും തമ്മിലുള്ള ബന്ധം എന്ത്? അല്ലെ, കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, കിലോഗ്രാം എന്ന് പറയുന്നത് SI യൂണിറ്റ് ഓഫ് മാസ് ആണ് കിലോഗ്രാം അല്ലെ. മാസിന് ഒരുപാട് യൂണിറ്റുകൾ ഉണ്ട്. മില്ലിഗ്രാം, ഗ്രാം, കിലോഗ്രാം, ടൺ, ക്വിന്റൽ എന്നൊക്കെ പറഞ്ഞ ഇഷ്ടംപോലെ യൂണിറ്റുകൾ ഉണ്ടെങ്കിലും ദി SI യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഈ ടണ്ണും കിലോഗ്രാമും തമ്മിലുള്ള ബന്ധം എന്താ? നമുക്കതറിയാം, 1000 കിലോയാണ് എന്ത് പറയുന്നത് 1 ടൺ എന്ന് പറയുന്നത്. വലിയ മാസൊക്കെ നമ്മൾ പറയുന്നത് ടൺ കണക്കിനായിരിക്കും അല്ലെ. 2 ടൺ ഒക്കെ പറഞ്ഞാൽ എന്താണ്? 2000 കിലോ ആണ്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യമാണ്, മീറ്റർ, കിലോമീറ്റർ, മില്ലിമീറ്റർ, നാനോമീറ്റർ, ലൈറ്റർ എന്നൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന് അതിന്റെ ഡിക്രീസിങ് ഓർഡർ, കുറഞ്ഞു വരുന്ന ഓർഡറിൽ എഴുതണം. അതായത് വലുതിലെല്ലാം ചെറുതിലേക്ക് എന്നുള്ള ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ. ഏറ്റവും വലുത് പ്രകാശവർഷം, ലൈറ്റ് ഇയർ ആണ് അല്ലെ. തന്നിട്ടുള്ളതിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഒന്ന്. നെക്സ്റ്റ് ആരാ വലുത്? യെസ്, കിലോമീറ്റർ ആണ് അല്ലെ. പിന്നെ ആരാ വലുത്? മില്ലിമീറ്റർ, നാനോമീറ്റർ. നാനോമീറ്റർ ഒക്കെ നിങ്ങൾ എഴുതിയൊക്കെ എഴുതാൻ പാടില്ല കേട്ടോ. നാനോമീറ്റർ ഒക്കെ ചെറിയ അളവാണ് കേട്ടോ. മില്ലിമീറ്ററിനെക്കാളും ചെറിയ അളവാണ് ഈ നാനോമീറ്റർ എന്നൊക്കെ പറഞ്ഞു. അതൊന്നും എഴുതരുത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മീറ്റർ അല്ലെ. കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ മീറ്റർ ആണല്ലോ വലുത്, അപ്പൊ ഇത് എഴുതുന്നു അല്ലെ. കിലോമീറ്റർ കഴിഞ്ഞ പിന്നെ മീറ്റർ ആണ് ചെറുത്, അപ്പൊ അത് എഴുതുന്നു. നെക്സ്റ്റ് ഏതാണ്? മില്ലിമീറ്റർ അല്ലെ, 4. നെക്സ്റ്റ് നാനോമീറ്റർ, 5. സോ വി ഗോട്ട് ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദീസ് അല്ലെ. കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കുക. ഒരിക്കലും നാനോമീറ്റർ, യെസ് നാനോമീറ്റർ എന്തോ വലിയ സംഭവം എന്നൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതരുത് കേട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് യൂണിറ്റുകൾ എഴുതുന്ന സമയത്ത് കുറച്ച് നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല. ആൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് അത് വരാറുണ്ട്. ഇതിലേതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മീറ്റർ 2 രീതിയിലുണ്ട് അല്ലെ. സ്മോൾ ലെറ്റർ എമ്മും ക്യാപിറ്റൽ എമ്മും ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്കറിയാം, യൂണിറ്റുകളുടെ സിമ്പൽ എഴുതുമ്പോൾ സ്മോൾ ലെറ്ററിൽ മാത്രം വേണം നമ്മൾ എഴുതാൻ അല്ലെ. എക്സെപ്റ്റ് സയന്റിസ്റ്റുകളുടെ പേരിൽ അറിയപ്പെടുന്ന യൂണിറ്റുകൾ അല്ലെ, ന്യൂട്ടൺ, കെൽവിൻ ഒക്കെ വരുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആൻഡ് ഇവിടെ നമുക്കറിയാം സ്മോൾ ലെറ്റർ എമ്മിൽ വേണം നമ്മൾ യൂണിറ്റ് എഴുതാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ന്യൂട്ടൺ മീറ്റർ നമുക്ക് 2 രീതിയിൽ തന്നിട്ടുണ്ട്. 2 രീതിയിലുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ അടുത്ത് എഴുതിയിട്ടുണ്ട്, ഒന്ന് സമാധാനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതാണ്? A ആണോ കറക്റ്റ്, B ആണോ കറക്റ്റ് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ടോപ്പിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ കമന്റ് ചെയ്ത് പറയണം. നമ്മളത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ.